പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യമാണ് രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ഇതുവരെ ജാതി സെൻസസ് നടത്തിയിട്ടില്ല. ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അതുകൊണ്ടാണ് സുപ്രധാനമാകുന്നത്. VS അനന്തു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം കേന്ദ്ര മന്ത്രിസഭായോഗം കൈക്കൊണ്ടിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കാനാണ് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവായിരുന്നു മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വ്യക്തമാക്കിയ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യം ലഭിച്ച് ഇതുവരെ നടപ്പിലാക്കാത്തതാണ് ജാതി സെൻസസ്. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. നിലവിൽ ജാതി സെൻസസ് പ്രത്യേകമായി നടപ്പിലാക്കേണ്ട കാര്യമില്ല. പകരം പൊതു സെൻസസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ജാതി വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നേരത്തെയെല്ലാം വിവിധ കോണുകളിൽ നിന്നും ഉയർന്ന ഒരു ആവശ്യമായിരുന്നു ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളത്. അക്കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ സെൻസസ് നടന്നത് 2011 എന്നുള്ളതാണ്. അത്തരത്തിൽ അടുത്ത പൊതു സെൻസസ് എടുക്കുന്നതിനോടൊപ്പം ജാതി സെൻസസ് കൂടി നടപ്പിലാക്കുന്നു. 2010 കോൺഗ്രസ് മന്ത്രിസഭയിൽ അന്ന് മൻമോഹൻ സിംഗ് ഇക്കാര്യം ജാതി സെൻസസ് നടപ്പിലാക്കാമെന്ന് പാർലമെന്റിൽ ഉന്നയിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം ജാതി സെൻസസിന്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിരുന്നില്ല. ഇന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് പ്രകാരം കോൺഗ്രസ് സർക്കാരുകൾ എല്ലായ്പ്പോഴും ജാതി സെൻസസിനെ എതിർത്തിട്ടുള്ളവരാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അശ്വിനി വൈഷ്ണവ് ഉന്നയിച്ചിരുന്നു. നിലവിൽ വിവിധ സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് അല്ല നടത്തിയിട്ടുള്ളത്, അത് സർവേയാണ്. അത് അശാസ്ത്രീയമാണെന്നും കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി. പലയിടത്തും രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ജാതി സർവേ നടത്തിയത് എന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അത്തരം അശാസ്ത്രീയമായ സർവേകളല്ല ആവശ്യം. അത്തരം അശാസ്ത്രീയമായ സർവേകൾ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ സംഘർഷങ്ങൾക്കും സംശയങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ ആ സർവേകൾ മാറ്റി നിർത്തി ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ജാതി സെൻസസ് നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്തായാലും വരുന്ന സെൻസസോടുകൂടി തന്നെ സെൻസസിൽ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള തീരുമാനം വളരെ മാറ്റങ്ങൾ വരുത്തും. നമ്മുടെ സാംസ്കാരിക രംഗത്തെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നതായിരിക്കും ജാതി സെൻസസ്. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടുള്ളവർക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് എത്രത്തോളം ഉന്നമനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നോട്ട് നിൽക്കുന്ന വിഭാഗക്കാർ ഏതൊക്കെയാണ്, ഇതിലെല്ലാം ഒരു വ്യക്തത വരുത്തുന്നതായിരിക്കും ജാതി സെൻസസ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പല കാലഘട്ടങ്ങളിലായും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരുന്നതും. എന്തായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു.